അതെന്താണ് വാഴാണ് ചേട്ടാ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓർഡർ ചെയ്ത് സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ ഇരുന്നപ്പോ ഒരു സമാധാനക്കേട് ഉണ്ടായില്ല ചേട്ടൻ. ഹലോ ആ പറയടി. ചേട്ടാ എവിടെയാണ്? ഞാൻ ഇപ്പോൾ ആലുവയിലാണ്. എന്തായി പോയ കാര്യം? ഇല്ല, നടന്നില്ല. എന്തേലും കഴിച്ചാ? കഴിക്കാൻ ഞാനിവിടെ അടുത്ത ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിന് കഴിക്കാൻ? എൻ്റെ ഒരു 10-250 രൂപ അക്കൗണ്ടിലുണ്ട്. കുഴപ്പമില്ല. അവനെന്തേ? അവനും പുറത്തേക്ക് പോയേക്കാണ്, കൂട്ടുകാരായിട്ട് പോയിട്ടുണ്ട്. അവനോട് വിളിച്ചിട്ടേ നേരത്തെ വീട്ടിലേക്ക് വരാൻ പറ കേട്ടാ. ഓക്കെ എന്നാ, ഓക്കെ വെച്ചോ. കഴിക്കാൻ തരുന്നുണ്ട്. ചോറുണ്ടോ? ചോറ് സമയം കഴിച്ചോല്ല, ചോറില്ല. പിന്നെന്താ കഴിക്കാൻ? പിന്നെ പൊറോട്ട ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണിക്ക് എത്രയാണ്? ചിക്കൻ ബിരിയാണി 130. 130 ഒരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി രാജു, ചിക്കൻ ബിരിയാണി. ഹലോ അച്ഛാ, എനിക്കൊരു 200 രൂപ ഇട്ട് തരുമോ? എന്താ മോനെ? ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു വന്നാ അച്ഛാ, അവന്മാർ മന്തി വയ്ക്കാൻ കയറി. ഒരു 200 രൂപ ഇട്ട് തരുമോ? എനിക്കും കഴിക്കണമെന്നുണ്ട്. അച്ഛൻ അടിച്ചേരാ കേട്ടാ. ആ ആടാ കാറ്റും മഴയൊക്കെ ഉണ്ടാ, പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ. ആ ഹായ് ചേട്ടാ, ചേട്ടൻ എവിടെ പോണ്? അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ടാണ്. അതെന്താണ് വാഴാണ് ചേട്ടാ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓർഡർ ചെയ്ത് സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ ഇരുന്നപ്പോ ഒരു സമാധാനക്കേട് ഉണ്ടായില്ല ചേട്ടൻ. എനിക്കേ ഒരു ഫോൺ വന്നു. അപ്പം ഞാൻ ആ കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, എന്നൊന്ന് മനസ്സിലാക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുള്ള. അതെന്ത് പരിപാടിയാണ് ഇത്? കഴിച്ചിട്ട് പോട്ടെ. എനിക്കറിയാം, ഇനിയിപ്പോൾ വേറൊരാൾ വരാതെ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നോട് ക്ഷമിക്കുക ചേട്ടാ. സോറി ചേട്ടാ, സോറി ചേട്ടാ. പോലേട്ടാ അങ്ങനെ ചേട്ടാ, എന്ത് മെനകെട്ട പരിപാടിയാണ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാണ്ട് പോട്ട്. രാജു ഇതോടൊക്കെ അയാൾ പോയി. എന്ത് മെനകെട്ടവനാണ്.